നാടകത്തെക്കുറിച്ച് സാങ്കേതിക വിദ്യകൾ മനുഷ്യന് അനുഗ്രഹമാണോ അതോ അവനെ മടിയനാക്കുകയാണോ? അവൻ അനായാസം ലഭിക്കുന്നതിൻ്റെ പിന്നാലെ ഓടുകയാണോ? എന്നാൽ അവൻ അന്വേഷിച്ച് നടക്കുന്നത് അവൻ്റെ വിരൽത്തുമ്പിൽ ലഭ്യമാകുമ്പോൾ അവൻ അധ്വാനശീലനല്ലാത്തവനാകുകയാണോ? അവിടെയാണ് ഈ സിസ്റ്റത്തിൻ്റെ പ്രസക്തിയും പ്രശസ്തിയും പ്രോത്സാഹനവും ഉണ്ടാവുന്നത്. സൂര്യന് താഴെയുള്ള എന്തും ഞൊടിയിടയിൽ വിരലനക്കിയാൽ മുന്നിൽ ലഭിക്കുന്നു. ഇന്ന് ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു. മനുഷ്യൻ്റെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്നു ഈ സിസ്റ്റം. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തയ്യാറാക്കുന്നു പാക്കേജ്. നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എന്റെ ഈ ചെറിയ സംരംഭത്തിലേക്ക്. പാക്കേജ് ഇന്ത്യ. ഇന്ന് ഇലക്ട്രോണിക്സ് യുഗത്തിൽ പലതും സജീവമാകുന്നത് പാക്കേജ് എന്ന സിസ്റ്റത്തിലൂടെയാണെന്ന് പലർക്കും ഇന്ന് അറിഞ്ഞുകൂടാത്ത കാര്യമാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഒരു മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പും അതിനുശേഷവും മരിക്കുന്നതിന് മുമ്പും അതിനുശേഷവും ഓരോ യാത്രയ്ക്കും വരാനും പോകാനും മനുഷ്യൻ ഇന്ന് പാക്കേജ് എന്ന സിസ്റ്റത്തെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ പാക്കേജ് എന്ന സിസ്റ്റം വളരെ അത്യാവശ്യമാണ്. അത്തരത്തിലുള്ള ഒരു സിസ്റ്റമാണ് ഞങ്ങളുടേത്, പാക്കേജ് ഇന്ത്യ. നിങ്ങൾ സ്വപ്നങ്ങൾ കാണൂ. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഞങ്ങൾ യാഥാർത്ഥ്യമാക്കും. ചെറിയ ചെറിയ പാക്കേജിലൂടെ സ്വകാര്യത, ഭദ്രത, കൃത്യത, ന്യായവില, അതാണ് ഞങ്ങളുടെ മുഖമുദ്ര. ഹലോ, പാക്കേജിംഗ് ഇന്ത്യ ജയൻ സ്പീക്കിംഗ്. പറയൂ സാർ. സാർ, പാക്കേജായി എന്ത് ലഭിക്കും സാർ? സാർ, സൂര്യന് താഴെയുള്ള എന്തും ഇവിടെ ലഭ്യമാണ്. യെസ് സാർ. പറയുന്ന ദിവസം പറയുന്ന സമയം പാക്കേജ് റെഡിയാണ് സാർ. ഓക്കെ, താങ്ക് യു സാർ. റോബോട്ട് പ്ലീസ് നോട്ട്. മേ കം ഇൻ സർ? യെസ്, വരൂ സാർ, ഇരിക്കൂ. എന്ത് സേവനമാണ് സാർ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരേണ്ടത്? പറയാം സർ. സാർ, ഇവിടെ രഹസ്യമായാലും പരസ്യമായാലും എല്ലാം തുറന്നു പറയാം. ഇവിടെ എല്ലാ രഹസ്യവും വളരെ തീക്ഷണമാണ്. അതുകൊണ്ടാണ് നമ്മൾ അസിസ്റ്റന്റായി റോബോട്ടിനോല് വെച്ചിരിക്കുന്നത്. സാർ, സങ്കോചം കൂടാതെ കാര്യങ്ങൾ പറയും സാർ. സർ, വേണ്ട വേണ്ടെന്ന് പല പ്രാവശ്യം പറഞ്ഞതാ. എന്തു വേണ്ടെന്ന്? വിവാഹം. താങ്കൾ വിവാഹിതനാണ്? അതെ സർ. എങ്കിൽ ഇപ്പൊ വേണ്ട എന്ന് തോന്നാൻ കാരണം? വേണ്ട എങ്കിൽ ഉപേക്ഷിക്കണം. വെരി സിമ്പിൾ. 3 മാസം കൊണ്ട് സർട്ടിഫിക്കറ്റ് കയ്യിൽ. അവൾ വേറെ, സാർ വേറെ. പിന്നെ കാരണങ്ങളൊന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം നമ്മുടെ വക്കീൽ നോക്കിക്കോളും. വാങ്ങിയതൊക്കെ തിരികെ കൊടുക്കാം. അങ്ങനെയും ആവാം, അല്ലാതെയും ആവാം. എന്താ റോബോട്ട്? സർ, അതൊന്നും അല്ല സർ കാര്യം. പിന്നെന്താണ് മിസ്റ്റർ? ഇഷ്ടപ്പെട്ട പെണ്ണിനെ തന്നെ പ്രേമിക്കുക. പിന്നെന്ത് പറ്റി? നടക്കുന്നില്ലേ? അതൊന്നും അല്ല സാർ. പിന്നെന്ത് പറ്റി സാർ? സർ, പാളി. എവിടെയോ പാളി. പാളി? എന്തു പാളി? എവിടെ പാളി? സംഭവം എവിടെയോ പാളി സർ. സാർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് വ്യക്തമായി പറയൂ സാർ. സാറേ, ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മെഡിസിൻ എല്ലാം കഴിച്ചിരുന്നതാ കൃത്യസമയത്ത്. എന്നിട്ടും പണിപാളി. മരുന്നിനെ പോലും വിശ്വസിക്കാൻ പറ്റാതായിരിക്കുന്നു സർ. ഡോക്ടർ, മെഡിസിൻ, പാളി, വിശ്വസിക്കാൻ പറ്റാത്ത കാലം. സാർ വ്യക്തമായി പറയൂ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സാർ, കുറെ കഴിഞ്ഞ് മതിയെന്ന് ഞങ്ങൾ തീരുമാനിച്ചതാ. എന്ത്? തന്നെ വേണ്ട, പിന്നീട് മതിയെന്ന് അവളും പറഞ്ഞു. എന്നിട്ടും അത് സംഭവിച്ചു സർ. എന്ത് സംഭവിച്ചു? ഭാര്യയ്ക്ക് എന്ത് പറ്റി? സാർ, അവൾ പ്രഗ്നന്റ് ആയി സർ.
ഇതിനാണോ മിസ്റ്റർ നിങ്ങൾ സങ്കടപ്പെടുന്നത്? ഇത് ആദ്യത്തേതാണ്. ഞാൻ എന്ത് ചെയ്യണം സർ? ഞങ്ങൾ എന്ത് ചെയ്യണം സാർ? കളയണം. അതിനും പാക്കേജ് ഉണ്ട്, ഒരാളും അറിയാൻ പോകുന്നില്ല. എന്താ? അതൊന്നും വേണ്ട സർ. സംഭവിച്ചു. പിന്നെ എന്ത് ചെയ്യണം സാർ? അതിനൊന്നും അവിടെ സമ്മതിക്കില്ല. ഞാനും അങ്ങനെയാ. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം സാർ? പറ്റിയ വല്ല പാക്കേജ് ഉണ്ടോ സർ? പാക്കേജ് ഉണ്ട്, എല്ലാത്തിനും പാക്കേജ് ഉണ്ട്. റോബോട്ട് പറയും, അല്ല ഭാര്യക്ക് ഇത് ഏതാ മാസം? സെപ്റ്റംബർ അല്ലേ? ഭാര്യക്ക് ഇതേതാ മാസം? അതാണോ 7 മാസം? 7. എനിക്കാണെങ്കിൽ ലീവ് എടുത്ത് സദാസമയം വീട്ടിലിരിക്കാൻ പറ്റില്ല. പുതിയ കമ്പനി. ഈ ഒരു അവസ്ഥയിൽ അവളെ എങ്ങനെ ഒറ്റയ്ക്ക് വീട്ടിൽ? ഈ ഒരു ചെറിയ കാര്യത്തിനാണോ മിസ്റ്റർ നിങ്ങൾ ഈ സങ്കടപ്പെടുന്നത്? പാക്കേജ് ഉണ്ട്. 7 മാസം ഭാര്യ അഡ്മിറ്റ് ആക്കുന്നു, സുഖപ്രസവം, സുഖചികിത്സ, പ്രസവാന്തര ചികിത്സയ്ക്ക് ശേഷം ആരോഗ്യമുള്ള കുഞ്ഞും അമ്മയും വീട്ടിൽ. എന്താ? ഇടയ്ക്കിടെ വന്ന് കാണാൻ പറ്റും. അതിന് വേറെ പാക്കേജ് എടുക്കണം. എന്താ? അതും കൂടി എടുക്കണം. എന്നാ വേണ്ട, എല്ലാം കഴിഞ്ഞ് കണ്ടാ മതി. റോബോട്ട് Yes, sir. പാക്കേജ് Package ready. 7th month അഡ്മിറ്റിംഗ്. Okay, 7ാമത്തെ മാസം ഭാര്യ അഡ്മിറ്റ് ആകുന്നു, Okay, sir. പ്രസവ ശേഷം കുഞ്ഞിന് 3 മാസമാകുമ്പോൾ ആരോഗ്യമുള്ള കുഞ്ഞും അമ്മയും വീട്ടിൽ. Okay, sir. പിന്നെ പേപ്പറിൽ പറഞ്ഞ പോലെ കൃത്യമായി തന്നെ ഭാര്യയെ അഡ്മിറ്റ് ചെയ്യണം. അതൊക്കെ ചെയ്യാം. പിന്നെ പണമെല്ലാം കൃത്യമായി കൗണ്ടറിൽ അടിച്ച് രസീത് വാങ്ങുക. വലിയ ഉപകാരം സർ. വലിയ ടെൻഷനിലായിരുന്നു. നന്ദി എങ്ങനെ പറയണമെന്ന് അറിയില്ല സർ. സുഹൃത്തെ, നന്ദി ഒന്നും വേണ്ട, പണം കൃത്യമായി വന്നാൽ മതി. ഇനിയും ആവശ്യങ്ങൾ വരും, ധൈര്യമായി വരിക. തീർച്ചയായും വരാം സർ. പിന്നെ കുഞ്ഞ് വളരും. LKG, UKG, പ്രൈമറി, KG മുതൽ PG വരെയുള്ള എല്ലാ പാക്കേജും നമ്മുടെ കയ്യിലുണ്ട്. ധൈര്യമായി വരിക. റോബോട്ട് 7th month അഡ്മിറ്റിംഗ്. എന്താ അമ്മാവാ? എന്താ അമ്മാവാ, സുഖമാണോ? വയസ്സ് 80 കഴിഞ്ഞ് കേൾവി അല്പം കുറവാ. പക്ഷേ അമ്മാവനെ കണ്ടാൽ പറയില്ല കേട്ടോ. എന്താ വന്നത്? ജീവിതത്തിൽ ഇന്ന് വരെ സുഖമില്ലെന്ന് അറിഞ്ഞിട്ടില്ല. എന്താ അമ്മാവൻ വിവാഹിതനാണോ? ഓ അതല്ലാതെ സമയം കഴിഞ്ഞു. പ്രാരാബ്ദങ്ങളുടെ നടുവിലായിരുന്നു ജീവിതമെല്ലാം. മക്കളൊക്കെ? 4 ആണും 4 പെണ്ണും. എല്ലാവരും നല്ല വിദ്യാഭ്യാസം കൊടുത്താ. ഭാര്യ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? ഓ ഉണ്ട്. അവളാ എന്റെ ഏക ആശ്രയം. അവൾ ഇപ്പോൾ ഒരു കിളിയാ, എന്റെ പൊഞ്ചാത്തി കിളി. സാറേ, 20-ാം വയസ്സിൽ കിട്ടിയതാ, അല്ല കെട്ടിയതാ. 4 ആണിനെയും 4 പെണ്ണിനെയും ഒരു മടി കൂടാതെ തന്നു. ഇപ്പൊ പ്രായമായില്ലയോ, ഒന്നിനും വയ്യ. അപ്പോ മക്കളൊന്നും നോക്കാറില്ലേ? അവരാരും വരാറുമില്ല, നോക്കാറുമില്ല. അല്ല, അതിലെനിക്കൊരു ദുഃഖവുമില്ല സാറേ. എന്റെ അപ്പനെയും അമ്മച്ചെയും മരണം വരെ ഒരു വേദനയും ദുഃഖവും അറിയിക്കാതെ ഞാൻ നോക്കി. 2 പേർക്കും സുഖമരണം. സാറേ, അങ്ങനെ നല്ലൊരു മരണം തമ്പുരാൻ കർത്താവ് എനിക്ക് തരണമെന്നില്ലല്ലോ. ഇപ്പൊ ഞാൻ സ്വതന്ത്ര. കഴിഞ്ഞു പോയ, കിട്ടാതെ പോയ നാളുകൾ അനുഭവിച്ച് മരിക്കണം. അമ്മാവൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. അല്ല, അമ്മാവന്റെ പ്രായം എത്രയെന്ന് ഓർമ്മയുണ്ടോ? പ്രായം സാറേ, മനസ്സിനെ നിയന്ത്രിക്കുന്നത് നമ്മളല്ലയോ. പിന്നെ ആരോഗ്യം അതെനിക്കുണ്ട്. പിന്നെ പണവും. അതെ, കച്ചവടത്തിലൂടെയും കൃഷിയിലൂടെയും ധാരാളം സമ്പാദിച്ചു. ഇതൊക്കെ ആർക്ക് വേണ്ടി? അപ്പോഴാ തോന്നിയത്, ഒന്ന് ജീവിക്കണം, ഞാനും എൻ്റെ മൊഞ്ചത്തിൽ മാത്രം.
സാറ് പറയുന്ന സ്ഥലം അത് നമുക്ക് നല്ല സുഖമായി ജീവിക്കണം. സാറ് പറ. അതിപ്പോ അമ്മാവൻ പറഞ്ഞാൽ അവിടുന്ന് തുടങ്ങാം. എന്നാ നമുക്ക് അവിടെന്ന് തുടങ്ങാം. എവിടെന്ന്? അതിൽ എന്താ പറയാ? അത് നല്ല അത് വീടും. സാറ് പറയുന്ന സ്ഥലം പണം ഒരു പ്രശ്നമല്ല. എനിക്ക് എന്റെ മുഞ്ചത്തേക്കും അത് സ്വർഗമായിരിക്കണം. സാറേ, ദീർഘയാത്രയൊന്നും വേണ്ട. ഇഷ്ടപ്പെട്ടത് കിട്ടണം, കൊട്ടണം, വെട്ടിപ്പിടിക്കണം, പിന്നെ കെട്ടിപ്പിടിക്കണം. ദൂരയാത്ര വേണ്ട, കേരളത്തിന് പുറത്തും വേണ്ട. അതും ഈ പ്രായത്തിൽ. അമ്മാവ പറ്റിയ ഒരു സ്ഥലമുണ്ട്. അമ്മാവൻ ആഗ്രഹിച്ച പോലെ പാട്ട്, നൃത്തം, സിനിമ എല്ലാം കൈവിരലിൽ. ആ ജീവനാന്തകാല സുഖം. എന്താ സാറേ, അവിടെ തണുപ്പുണ്ടാവോ? അഥവാ തണുപ്പില്ലെങ്കിൽ നമുക്കൊന്ന് ഫിറ്റ് ചെയ്യാം. മെയിൻ ഗേറ്റിൽ ഒരാൾ, കിടക്കുന്ന മുറിയുടെ മുമ്പിൽ വേറൊരാൾ. ഒരാളും അനുവാദം കൂടെ അകത്ത് വരില്ല. എന്താ അത് ശരിയാക്കട്ടെ അമ്മാവ? സാറേ, സ്ഥലം പറ. പണം ഇപ്പൊ അടയ്ക്കാം. സാർ സ്ഥലം പറഞ്ഞാട്ടെ. അമ്മാവന്റെ ബംഗ്ലാവ് കാലിയല്ലേ? അമ്മാവന്റെ ബംഗ്ലാവ് കാലിയായി കിടക്കുകയല്ലേ? അമ്മാവൻ പറഞ്ഞ പോലെ ഇത്ര സുഖ സൗകര്യമുള്ള സ്ഥലം ഞാൻ നോക്കിയിട്ട് കണ്ടില്ല, എന്റെ കമ്പ്യൂട്ടറിലും ഇല്ല. അമ്മാവൻ പറഞ്ഞ പോലെ എല്ലാം ചെയ്ത് ഞങ്ങൾ അങ്ങ് തരും. എന്താ ശരിയാക്കട്ടെ? എന്നാ പിന്നെ അതായിക്കോട്ടെ. റോബോട്ട്, അമ്മാവ് കൗണ്ടറിൽ പോയി പണം അടച്ചോളൂ. അമ്മാവന്റെ പാക്കേജ് റെഡി. വരും അമ്മാവൻ. റോബോട്ട്, അമ്മാവൻ അമ്മാവൻ പണം അടച്ചോളൂ. പാക്കേജ് അമ്മാവൻ റെഡി ആയി കഴിഞ്ഞു. ജയനില്ലേ ഇവിടെ? ഓ, അച്ഛനോ? ഈശോ വിശേഷ സ്വീകരിക്കട്ടെ അച്ഛോ. ചാക്കോച്ചൻ എന്താ പതിവില്ലാതെ ഇവിടെ? ചുമ്മാ ഒന്ന് വന്നതാ അച്ഛോ, വെറുതെ കയറിയതാ. ചാക്കോച്ചനെ ഇപ്പോൾ പള്ളിയിലൊന്നും കാണാറില്ലല്ലോ, എന്താ? അല്പം തിരക്കായി പോയിച്ചു. അടുത്ത ഞായറാഴ്ച ഒരു പള്ളി വരണോ അച്ഛോ? അച്ഛോ, എന്നാ ഞാൻ എങ്ങോട്ട്? നിക്ക് ചാക്കോച്ച, വലിയ മുതലാളിയായെന്ന് അറിഞ്ഞു. ഓ, അങ്ങനെ ഇല്ല അച്ഛോ. ഭരണം നിറഞ്ഞപ്പോൾ പള്ളി വേണ്ടെന്ന് വെച്ചു അല്ലേ? ഇല്ല അച്ഛോ, ഇങ്ങനെയൊന്നും ഇല്ല. ചാക്കോച്ച, പണം എത്ര സമ്പാദിച്ചാലും ദൈവത്തെ ഒരിക്കലും നിഷേധിക്കരുത്. അറിയാ അച്ഛോ, എല്ലാം അറിയാം. ഒരു സത്യക്രിസ്ത്യാനി ഏതൊരവസ്ഥയിലും ദൈവത്തെ നിഷേധിക്കുകയും പള്ളിയെ അവഗണിക്കുകയും അരുത് എന്നറിയില്ലേ? അറിയാം, എല്ലാം അറിയാം. ഒരു കുഞ്ഞ് ജനിച്ച് മാമോദിസ മുതൽ അന്ത്യകുദാശ വരെ പള്ളിയുമായുള്ള ബന്ധം മുടങ്ങാതെ ഉണ്ടാകണമെന്ന് ബൈബിൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നില്ലേ? അറിയാം. ഞായറാഴ്ചകളിൽ നിർബന്ധമായി പള്ളിയിൽ വരണമെന്നും കുർബാനയിൽ സംബന്ധിക്കണമെന്നും അറിയില്ലേ? അറിയാം അച്ഛോ, തടവുള്ള ദിവസങ്ങൾ എല്ലാ പള്ളി വേണമെന്ന് അറിയാം. നമ്മുടെ ബന്ധങ്ങൾ ശിഥിലമാകാതിരിക്കാൻ കൂടിയാണത്, അതറിയാമല്ലോ. സകലതും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായിട്ടുള്ളതല്ല. അച്ഛോ, എല്ലാം അറിയാം, ഒന്നും മറന്നതല്ല. അച്ഛോ, ഇത്രയും കാലം മരണഭയത്താലെ ജീവിച്ചു. ഇനിയുള്ള കാലം മരണഭയമില്ലാതെ ജീവിക്കണം. എനിക്ക് വേണ്ട അച്ഛോ, അതിന് ഞാൻ എല്ലാ വഴിയും നോക്കുന്നില്ല അച്ഛോ. നമ്മുടെ പള്ളിയുടെ ഭാഗമായി സ്വപ്നക്കൂട് എന്നൊരു സ്ഥാപനം നടക്കുന്നു. അത് വെറും ഒരു വൃദ്ധസദനമല്ല. ചാക്കോച്ചനെ പോലെയുള്ളവർക്ക് ഇനിയുള്ള കാലം സുഖമായി കഴിയാൻ ഒരിടം, നഷ്ടപ്പെട്ട ജീവിതം വീണ്ടും തുടരാൻ ഒരാശ്രയം.
ഭാരം ഇറക്കി വെക്കാൻ ഒരു അത്താണി. പള്ളിയുടെ വക ഏറ്റവും സൗജന്യമാണ്. ഒരു ചാക്കോച്ചൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതം അവിടെ ഇനിയും തുടരാൻ നമുക്ക്. അച്ചോ, മാപ്പച്ചോ, ക്ഷമിക്കണം അച്ചോ. അച്ചോ, പണക്കൊഴുപ്പ് എന്നെ എന്തൊക്കെയോ ചിന്തിപ്പിച്ചു. കഴിഞ്ഞു പോയ കിട്ടാത്ത ആഗ്രഹങ്ങൾ മാപ്പാക്കണം അച്ചോ, മാപ്പാക്കണം അച്ചോ. എന്റെ കയ്യിലുള്ള പണം ഇനി എനിക്കെന്തിനാ? അത് ഞാൻ പള്ളിക്ക് സംഭാവന അച്ചോ, സംഭാവന. ചാക്കോച്ച, ആ നമ്മുടെ പള്ളിയുടെ വകയായിട്ട് അനേക കാര്യപ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നു. അനാഥരായ നിരാലംബരായ അനേകം കുട്ടികൾക്ക് നമ്മൾ വിദ്യാഭ്യാസം നൽകുന്നു. അവരെയും സഹായിക്കാം. ചാക്കോച്ചന്റെ പണം കൊണ്ട് അവരുടെ പഠനത്തിനും മറ്റും സഹായിക്കാം. അങ്ങനെ ഒരു കാരുണ്യ പ്രവർത്തനം ചാക്കോച്ചനെ കൊണ്ടാകട്ടെ. അതുവഴി ചാക്കോച്ചൻ ഒരു പുണ്യാളനും കൂടിയായി മാറാം. ഒരു സ്വപ്നക്കൂടിലേക്ക് നമ്മൾക്ക് പോവാം. ശരി അച്ചോ. Robot, our Abar koi സത്യനോ? എന്താ വീണ്ടും ഭാര്യ പ്രകടായോ? പിന്നെ പപ്പ, ഇതെവിടെ നമ്മൾ വന്നിരിക്കുന്നത്? മോനെ, നീ ഇതുവരെ വളർന്നത് ഇവിടെ നിന്ന് വന്ന പാക്കേജിലൂടെയാണ്. അതിന്റെ അവധി തീർന്നു. ആ ശരിയാ, അവന്റെ ഡേ കെയർ LKG UKG പ്രൈമറി അത് കഴിഞ്ഞു. ശരിയാ, അതെ, ഇവനിനി സെക്കൻഡറിയിലേക്ക് കടക്കുകയാണ്. എന്താണ് പപ്പ ഇത്? എനിക്ക് എങ്ങനെ പഠിക്കണ്ട? മോന് പഠിക്കാൻ നല്ല സ്കൂളും ടീച്ചർമാരെയും ഒക്കെ അന്വേഷിക്കാൻ വന്നല്ലേ നമ്മൾ. വേണ്ട പപ്പ, എനിക്ക് പപ്പയും മമ്മിയും പറഞ്ഞു മതി, ഞാൻ പഠിച്ചു പോണം. എന്താ മോനെ ശ്രദ്ധിക്കാൻ പപ്പയ്ക്കും മമ്മിക്ക് സമയം കിട്ടില്ല. പപ്പയും മമ്മയും ജോലിക്ക് പോയി. മോൻ ആരാ? പപ്പ നോക്കും, ഇവിടെയും മമ്മി നോക്കാം. എനിക്ക് വേണ്ട പപ്പ, വീട്ടിൽ പഠിച്ചു പോണം. പപ്പയ്ക്കും മമ്മിക്ക് അതിനൊന്നും സമയം കിട്ടില്ല. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോ വളരെ വൈകില്ലേ. മതി പപ്പ, അത്ര സമയം മതി. എനിക്ക് പപ്പയുടെയും മമ്മിയുടെ ഉള്ളിൽ പഠിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം. പപ്പയും മമ്മയും ക്ലബിൽ പോയി ഫ്രണ്ട്സുമായി സംസാരിച്ചാൽ പിന്നെ തിരിച്ചു വരുമ്പോ നേരം വൈകില്ല മോനെ. അപ്പൊ മോൻ ഒറ്റയ്ക്ക് അവിടെ എന്താ ചെയ്യുക? ഓഫീസ് ജോലി, കോൺഫറൻസ്, ഒന്നിനും സമയം കിട്ടില്ല. മോൻ അങ്കിൾ പറയുന്നത് കേട്ടു. വേണ്ടത് പറഞ്ഞില്ല, വേണ്ട വേണ്ട. എന്താണ് സാറേ, ഇവനിപ്പോ 7th കഴിഞ്ഞു. നമ്മുടെ പാക്കേജ് തീർന്നു. KG മുതൽ 7th കഴിഞ്ഞു, അതായത് പ്രൈമറി കഴിഞ്ഞു. ഇനി സെക്കൻഡറി മുതൽ മതി. PG വരെ ആയിക്കോട്ടെ. വേണ്ടത് പറഞ്ഞില്ലേ? സാറ് പാക്കേജ് തയ്യാറാണ്. പിന്നെ പണം കൃത്യമായി വരണം. പിന്നെ മകന്റെ ക്ലാസ് മാറും തോറും തുകയിൽ വ്യത്യാസം ഉണ്ടാകും. അത് സാരമില്ല സാർ, ബില്ല് തയ്യാറാക്കിയോളൂ, പണം അടച്ചോളാം. റോബോട്ട്, yes sir. ഇപ്പൊ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ബാക്കിയുണ്ടോ? ഇല്ല സാർ, വലിയൊരു ടെൻഷൻ ഒഴിവാക്കി. ഇതൊന്നും വലിയ കാര്യമല്ല. നിങ്ങളെ പോലെ വഴിതെറ്റി നിൽക്കുന്നവരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക, അതും നമ്മുടെ പാക്കേജിന്റെ ഒരു ധർമ്മമാണ്. ഓക്കെ സാർ, താങ്ക് യു. പിന്നെ ഈ പാക്കേജ് ഇപ്പൊ വിദേശത്തുള്ള പലരെടുക്കുന്നുണ്ട്. മക്കൾ വിദേശത്തും സ്വദേശത്തുമായി പഠിക്കുന്നു. എന്തെങ്കിലും ഒരിക്കൽ തിരികെ വരേണ്ടതല്ലേ? പിന്നെ മക്കൾ ആഗ്രഹിക്കുന്ന ഇടയ്ക്ക് പോയി കാണാമല്ലോ. ഓക്കെ സാർ, ഇപ്പൊ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ് സാർ. താങ്ക് യു. ഓക്കെ, വാ മോനെ, പോകാം. Yes sir. എന്തിനാ ശാരദേ നീ എന്റെ പിന്നാലെ വരുന്നേ? നീ പൊയ്ക്കോ, മക്കൾ നിന്നെ അന്വേഷിക്കുന്നുണ്ടാവും. ഇവിടെ നിന്ന് മേൽവിലാസം വാങ്ങി പോണം. അവരുടെ വാഹനം ഇവിടെ കാണും. പണമൊക്കെ മൊത്തം അടച്ചതാ. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഇന്ന് വരാൻ പറഞ്ഞതല്ലേ? എല്ലാ പേപ്പറും കയ്യിൽ തന്നെ ഉണ്ടല്ലോ. ഉണ്ട് ശാരദേ, നീ പൊയ്ക്കോ. മക്കൾ അടുക്കളയിൽ നിന്നെ തിരയുന്നുണ്ടാവും. എല്ലാ ജോലിയും
തീർത്തിട്ടാണ് ഞാൻ പുറപ്പെട്ടത്. ശാരദ, നീ എന്തിനാ വെറുതെ വേവലാതിപ്പെടുന്നത്? നിനക്കറിഞ്ഞൂടെ ഇപ്പോഴത്തെ എന്റെ ആരോഗ്യസ്ഥിതി? ഒന്നും എന്നെ നേതൃത്വം നിൽക്കുന്നില്ല. പലതും അനുസരണക്കേട് കാണിച്ചു തുടങ്ങിയിരിക്കുന്നു. നീ അന്ന് കണ്ടതല്ലേ, മൂത്രം ഒഴിക്കാൻ സഹിക്ക വയ്യാതായപ്പോൾ ബാത്റൂമിലേക്ക് ഓടുന്ന വഴി പുറത്തേക്ക് പോയില്ലേ? എന്നിട്ട് മക്കൾ വല്ലതും പറഞ്ഞുവോ? അത് തുടച്ചാൽ പോകുമെന്നല്ലേ പറഞ്ഞത്? ശാരദേ, ഞാൻ മക്കൾ പറഞ്ഞിട്ടൊന്നുമല്ല വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. അല്പം സഹിച്ചുകൂടെ? കണ്ടും കേട്ടില്ല എന്ന് നടിക്കണം. ഇനി എത്ര കാലം നമ്മൾ ഒന്നിച്ചുണ്ടാകും? എല്ലാം അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. ശാരദേ, എല്ലാം ശരിയാ എന്ന് കരുതി അവൻ മറ്റൊന്നു കൂടി പറഞ്ഞില്ലേ, ചെറുതായിരുന്നപ്പോൾ എത്രയോ തവണ ദേഹത്ത് മൂത്രമൊഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. എന്നിട്ട് അച്ഛൻ അതെല്ലാം തുടച്ചു കളയുകയല്ലേ ചെയ്തതെന്ന്. അത് നമ്മുടെ മര്യാദ. നമ്മൾ ക്ഷമിച്ചതുപോലെ നമ്മുടെ മക്കൾ നമ്മളോട് ക്ഷമിക്കുമോ? അവർ ഏത് സമയവും പ്രതികരിക്കാം. അവൻ നിങ്ങളോട് പോകാൻ പറഞ്ഞു. അത് നിനക്ക് മനസ്സിലാവില്ല ശാരദേ. മക്കളൊക്കെ വലിയ നിലയിലായില്ലേ? അവന്റെ സുഹൃത്തുക്കൾ ഇവിടെ ഒന്നും പോയിക്കൊണ്ടിരിക്കില്ല. അതിന് നിങ്ങൾക്ക് വേറെ തന്നെ ഒരു മുറി തന്നിട്ടില്ലേ? അവിടെ ഇരുന്നാൽ പോരെ? അവന്റെ സുഹൃത്തുക്കൾ മുറി തുറന്നു നോക്കിയാൽ അതിൽ നിന്ന് വരുന്ന നാറ്റം അവർ സഹിക്കുമോ? ഇനി ഞാൻ ഒറ്റപ്പെടില്ലേ? തനിച്ചാവില്ലേ? അങ്ങനെ ജീവിക്കാൻ ഈ വയസ്സുകാലത്ത് എന്നെ കൊണ്ട് സാധിക്കുമോ? ശാരദേ, മക്കൾ നിന്നെ നന്നായി നോക്കിക്കോളും. അല്ലെങ്കിലും മക്കൾക്ക് അമ്മമാരോടല്ലേ കൂടുതൽ സ്നേഹം, അച്ഛനോട് അത്രയും കാണില്ല. അങ്ങനെ തോന്നുന്നത് അനുഭവമാണ് ശാരദേ. മക്കൾക്ക് നിന്നെ വേണം. ഇനിയുള്ള നിന്റെ ജീവിതം മക്കളോടൊത്ത് ജീവിക്കണം. പക്ഷേ നിന്റെ ആഗ്രഹം ഒന്നിനും മുടക്കരുത്. ഒന്നിനും മക്കളെ ആശ്രയിക്കരുത്. ആവശ്യത്തിനുള്ള പണം കയ്യിലുണ്ടല്ലോ. വരെ പണം മക്കൾക്ക് കൈമാറരുത്. നിന്റെ ആവശ്യങ്ങൾ നീ നിറവേറ്റണം. എല്ലാറ്റിനും ശ്രമിക്കാമെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. രോഗം വന്നാൽ ഉടൻ ഡോക്ടറെ കാണണം. രോഗം മാരകമായാൽ നീ വീട്ടിലേക്ക് തിരിച്ചു വരരുത്. അവിടെ അവസാനിപ്പിക്കണം. എന്തൊക്കെയാണ് പറയുന്നത്? മറ്റൊന്നുകൂടി, നിന്റെ ആവശ്യങ്ങൾക്ക് ആരും പണം തേടരുത്. അത്യാവശ്യങ്ങൾക്കായാൽ പോലും. അതുകൊണ്ട് ഉറങ്ങുന്ന നിന്റെ തലയുടെ കീഴെ ഒരു വെള്ളപ്പതപ്പും കുറച്ച് കാശും എപ്പോഴും നീ സൂക്ഷിക്കണം. ശാരദ, നീ ആർക്കും ഒരു ബാധ്യതയാവാതെ മരിക്കണം. ബാധ്യതയോ? ആവാതിരിക്കട്ടെ, പറഞ്ഞെന്ന് മാത്രം. എനിക്കവിടെ സുഖമായിരിക്കും. ഡോക്ടർമാർ, നഴ്സുമാർ, പരിചാരകർ ഇത്രമാത്രം പണം കൊടുത്തിട്ടുണ്ട്. ഞാൻ അവിടെ സുഖമായി ജീവിക്കുമ്പോൾ നീ ഇവിടെ കഷ്ടപ്പെടരുത് ശാരദ. നീ പൊയ്ക്കോ. മക്കൾ നിന്നെ അന്വേഷിക്കുന്നുണ്ടാവും. പോവാനല്ല പറഞ്ഞത്, പൊയ്ക്കോ. എന്താ മകളെ, എന്താണ് കാര്യം? പിന്നെ
ഇതാണ് കാര്യം അല്ലേ? മക്കൾക്ക് അമ്മയുടെ ആവശ്യമുണ്ടല്ലേ? അതെന്താ, മക്കൾ വിവാഹിതരല്ലേ? വിവാഹിതനാണ്. മകന്റെ ഭാര്യയ്ക്ക് അടുക്കളയിൽ പ്രവേശിക്കാൻ പാടില്ലെന്നുണ്ടോ? അമ്മയുള്ളത് കൊണ്ട് അവർ കയറുന്നില്ല, അതല്ലേ? മക്കൾ ജീവിക്കാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അവർ സ്വയം ജീവിച്ചു പഠിക്കട്ടെ. മക്കൾക്ക് വേണ്ടി കുറെ കഷ്ടപ്പെട്ടതല്ലേ? അമ്മയുടെ സാന്നിധ്യം ഇല്ലാതാകുമ്പോൾ അവർ സ്വയം ജീവിതം പഠിച്ചു തുടങ്ങും. നമ്മുടെ രക്ഷിതാക്കൾ നമുക്ക് കാണിച്ചു തന്നതും അത് തന്നെയല്ലേ? അവർ ജീവിക്കട്ടെ, അവരെ ജീവിക്കാൻ വിടൂ. നിങ്ങൾ രണ്ടുപേരും ഇനിയുള്ള കാലം സുഖമായി ഒന്നിച്ചു കഴിയൂ. ഒരു സ്വപ്നക്കോടിലേക്ക് വരൂ. അതും ഒരു പാക്കേജാണ്. മനുഷ്യൻ മാറി, കാലം മാറി, കഥ മാറി, പാക്കേജിലൂടെ മനുഷ്യൻ മാറി. അവൻ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കി, പാക്കേജിലൂടെ എല്ലാം നേടി. ജയൻ സാറല്ലേ? ആരാ മനസ്സിലായില്ല. മറക്കാൻ സാധ്യതയില്ല. പ്രായം ഒരുപാടായില്ലേ? ഓർമ്മ ഇന്നും ഇപ്പൊ പണ്ടത്തെ പോലെ നിൽക്കണില്ല. ആരാന്ന് പറഞ്ഞ എന്റെ അവസ്ഥയും ഇതൊക്കെ തന്നെയാ. 30 വർഷം മുന്നേ വന്നതാ. പല പ്രാവശ്യം ഞാൻ സത്യൻ. സത്യൻ എങ്ങനെ മറക്കാനാ? എന്റെ ആദ്യത്തെ കസ്റ്റമർ അല്ലേ? എന്റെ കാര്യത്തിനാണല്ലോ കൂടെ കൂടെ ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ ഇദ്ദേഹത്തിന്റെ മകനാണ്. സാറിന്റെ കാര്യം കൂടെ കൂടെ എന്നെ ഓർമ്മിപ്പിക്കാറുണ്ട്. മോന്റെ പഠിപ്പൊക്കെ കഴിഞ്ഞോ? പഠിപ്പ് കഴിഞ്ഞു, ജോലിയും കിട്ടി, വിവാഹവും കഴിഞ്ഞു. ആ, എല്ലാത്തിനും ഇവിടത്തെ പാക്കേജ് ആയിരുന്നു. അതെ, എല്ലാറ്റിനും അച്ഛൻ തന്ന പാക്കേജ് ഉണ്ടായിരുന്നല്ലോ. ഇനി അപ്പോ സുഖ ജീവിതല്ലേ? അച്ഛനും അമ്മയും ഒരുപാട് കഷ്ടപ്പെട്ടതാ. ഇനി അവർ സുഖിച്ച് ജീവിക്കട്ടെ. അങ്കിൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ പപ്പായും മമ്മിയും പഴയതുപോലെയല്ലേ, ഒരുപാട് മാറിയിരിക്കുന്നു. വേണ്ടാതെ കൂടുതൽ സംസാരം, വെറുതെ ബഹളം വെക്കുക, ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുക, കുട്ടികളെ എടുത്തുപോലെ പിടിവാശിയും ഒരു വകതിരിവില്ലാത്ത പെരുമാറ്റം. മകനല്ലേ, കണ്ടില്ല കേട്ടില്ലെന്ന് അടിച്ചുകൂടെ അച്ഛനോടും അമ്മയോടും? അങ്കിൾ പറയുന്നത് ശരി തന്നെയാണ്. പക്ഷേ എനിക്കാണെങ്കിൽ തീരെ സമയം കിട്ടുന്നില്ല. വൈഫും ജോലിക്ക് പോകുന്നുണ്ട്. അവൾക്ക് പ്രമോഷൻ ആയതോടെ ഭയങ്കര ജോലി തിരക്ക്. ഇടയ്ക്ക് ഞാനുള്ള കാരണം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ജീവിതം. എല്ലാത്തിനും പോംവഴി കാണിച്ചു കൊടുക്കുന്ന സാറ് തന്നെ ഒരു വഴി കാട്ടി തരണം. മനസ്സിലായി, എല്ലാം മനസ്സിലായി. സത്യ നല്ലൊരു പാക്കേജ് ഉണ്ട്. എല്ലാവരും മരിച്ചു കഴിഞ്ഞ അതാത് മതപ്രകാരം സംസ്കരിച്ചോളും. പിന്നെ അവൻ പേടിക്കൊന്നും വേണ്ട. എല്ലാ കാര്യങ്ങളും അവ കൃത്യമായി ചെയ്യും. സ്വകാര്യത, ഭദ്രത, കൃത്യത, ന്യായവില, അതായിരുന്നല്ലോ മുഖമുദ്ര. ആ,
ഇതൊരു 5 സ്റ്റാർ ട്രീറ്റ് തന്നെ ആയിരിക്കും. എല്ലാവരും സമപ്രായക്കാർ. അതിൽ മെന്നുണ്ട്, വുമനുണ്ട്, കപ്പിൾസിന്റെ ഉണ്ട്. കപ്പിൾസ് ആയിക്കോട്ടെ അല്ലേ? ആയിക്കോട്ടെ, എന്തിനാ അവളെ ഒറ്റയ്ക്കാക്കുന്നത്? കൂടെ വന്നോട്ടെ, ഒന്നിച്ച് അനുഭവിക്കാം. മോനെ, നിന്റെ ഇഷ്ടം ഒന്നിനും ഇതുവരെ അന്വേഷിച്ചിട്ടില്ല, എല്ലാം അടിച്ചേൽപ്പിക്കുകയായിരുന്നു. മോൻ പോയി അമ്മയെ വിളിച്ചിട്ട് വരും. പപ്പ അതൊന്നും ഓർക്കണ്ട, ഞാൻ അമ്മയെ കൂട്ടി വരാം. രണ്ടുപേർക്കും അവിടെ സുഖമായി കഴിയാം. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ വരുന്നുണ്ട്, അവളെയും കൂട്ടി വരാം. സത്യ ഭാര്യ വന്നിട്ടുണ്ടോ? ഉണ്ട്. എനിക്കൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്, ഞാൻ പോയി വരാം. പപ്പ, മമ്മി, പോയി വരാം. ഹെറി, നാം എന്താണോ കൊടുക്കുന്നത് അത് തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും. ഇതൊക്കെ അങ്ങനെയാ, വിതച്ചതേ കൊയ്യാൻ പറ്റൂ. നമ്മുടെ തിരക്കുകൾക്കിടയിൽ സ്നേഹത്തിൽ പണത്തൂക്കത്തിൽ അറക്കുണ്ടായിരുന്നു. ഇത് നിങ്ങൾക്കും ഒരു പാഠമാവട്ടെ. അതെ, അമ്മയുടെ സ്നേഹത്തിനും അച്ഛന്റെ കരുതലിനും പകരം വെക്കാൻ വേറെ ഒന്നിനും സാധിക്കില്ല മക്കളെ ഈ ലോകത്ത്. അതുകൊണ്ട് ജീവനുള്ളിടത്തോളം കാലം നിങ്ങൾ പരസ്പരം സ്നേഹത്തിൽ ജീവിക്കുന്നു. കാലം മാറി, കഥ മാറി, പാക്കേജ് മനുഷ്യനെ മാറ്റി. കാലം മാറി കഥ മാറി, പാക്കേജിലൂടെ മനുഷ്യൻ മാറി. അവൻ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കി, പാക്കേജിലൂടെ എല്ലാം നേടി. പാക്കേജ്.